പിന്നീട് 2010 ഇവിടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഈ പ്രദേശത്തുള്ള ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി 2012 ഇവിടെ പുനർപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുകയും ഉണ്ടായത്. ഏകദേശം 12 വർഷമായി 12ാമത് പ്രതിഷ്ഠാദിനാണ് ഈ മീനമാസത്തിൽ 2024 ഏപ്രിൽ 8 മുതൽ 13 കൂടി ദിവസങ്ങളിലായിട്ട് മീനമാസത്തിലെ മകീര നക്ഷത്രം ഇവിടെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കുകയുണ്ടായി. പക്ഷേ കർപ്പൂരദ്രവ്യ കലശത്തോടു കൂടിയാണ് ഇവിടെ പ്രതിഷ്ഠാദിനം നടന്നത്. ഈ ക്ഷേത്രത്തിലെ ചരിത്രം, മുൻപ് ഈ ക്ഷേത്രം ഒരു കുടുംബക്ഷേത്രമായ ഒരു വിലാശ്ശേരി മന അവിടെ വിഗ്രഹത്തെ അങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടി അവിടെ ക്ഷേത്രം പണിയുകയും ഉണ്ടായിരുന്നു. അന്ന് ഇവിടുന്ന് ക്ഷേത്രം അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നു. പക്ഷേ വളാഞ്ചേരി തേവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള മനസ്സുണ്ടാവാത്തതുകൊണ്ടാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ തന്നെയാണ് അതിൻ്റെ ഐതിഹ്യവും ചൈതന്യം നിലനിന്നത്. ഏകദേശം ഈ ഒരു വർഷത്തിൽ ഈ ക്ഷേത്രത്തിൽ ഈ രാമായണ മാസത്തിൽ രാമായണം 30 ദിവസവും ഇവിടെ രാമായണ പാരായണം നടക്കാറുണ്ട്. അതുപോലെ മാസത്തിൽ ഒരു ദിവസം മഹാഗണപതി ഹോമം, കാര്യസിദ്ധി പൂജ, ഭഗവത് സേവ, ചുറ്റുവിളക്ക്, അങ്ങനെ ചടങ്ങുകൾ മാസത്തിൽ ഒരു ഈ കർക്കിടക മാസത്തിൽ നടക്കാറുണ്ട്. അതുപോലെ മണ്ഡലമാസം 41 ദിവസവും ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കവും സ്വാമിമാരുടെ നേരത്തിൽ അവിടെ ഭജന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അതുപോലെ ശിവരാത്രി ദിവസം രാവിലെ അവിടെ വിശേഷാൽ പൂജകളും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ശിവനാമജപ യജ്ഞവും, വൈകുന്നേരം ഇവിടുത്തെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഇവിടെ നാമജപത്തോടുകൂടിയുള്ള പ്രദക്ഷിണം, തുടർന്ന് വൈകുന്നേരത്ത് പൊതുപരിപാടികൾ ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. അതുപോലെ വർഷത്തിൽ ഇവിടെ പ്രതിഷ്ഠാദിനം വരുന്നത് മീനമാസത്തിലെ മകീര നാളിലാണ്. പ്രതിഷ്ഠാദിനവും വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ ആഘോഷിക്കാറുള്ളത്. ഈ ക്ഷേത്രം ഇന്ന് നിലയിൽ എത്തിയത് ഈ പ്രദേശവാസികളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നിലയിൽ ക്ഷേത്രം എത്താൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ പേര് ശ്രീജാനകി. ഞാൻ വെള്ളാഞ്ചേരി അമ്പലത്തിലെ മാതൃസമിതിയുടെ പ്രസിഡന്റാണ്. ഞങ്ങൾ ശിവരാത്രിക്ക് മാതൃസമിതിയുടെ നാമജപഘോഷം രാവിലെ 6 മണി മുതൽ കൊണ്ട് വൈകിട്ട് 6 മണി വരേക്ക് നാമജപം നടത്താറുണ്ട്. പിന്നെ വൃശ്യമാസം 1 മുതൽ കൊണ്ട് 41 ദിവസം ചുറ്റുവിളക്ക്, അതിന് ഞങ്ങൾ മാതൃസമിതിക്കാർ സഹായിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ രാമായണം പാരായണമുണ്ട്. അതിനും ഞങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ കൈലിയാട് ചേറമ്പറ്റ തൃക്കാരമണ്ണ മട്ടതിരിപ്പാട് മണികണ്ഠൻ, വെള്ളാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ തന്ത്രി സ്ഥാനം വഹിക്കുന്ന ആളാണ്. ക്ഷേത്രത്തിലെ മീനമാസത്തിലെ മകീരം പ്രതിഷ്ഠാദിനമായിട്ട് വിശേഷമായിട്ട് ആഘോഷം, അതുപോലെ കർക്കിടക മാസത്തിലെ മഹാഗണപതി ഹോമം, മഹാഭഗവത് സേവ ഇത്യാദികൾ വിശേഷമായിട്ട് നടന്നു പോരുന്നുണ്ട്. അതുപോലെ ശിവരാത്രി മഹോത്സവം വിശേഷമായിട്ട് നടന്നു പോരുന്നുണ്ട്. ഒരു വർഷമായിട്ട് ആരംഭിച്ചു. രാവിലെ 5:30 നട തുറക്കും. 8:30 വരെ 9 മണി വരെ രാവിലെ. വൈകുന്നേരം പ്രദോഷത്തിന് മാത്രം വൈകുന്നേരം പൂജ. ബാക്കി സ്ഥിരം രാവിലെ മാത്രം നിത്യനിദാനായിട്ട് ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, മറ്റ് വിശേഷാൽ പൂജകളോടുകൂടി പ്രധാനമായിട്ട് മൃത്യുഞ്ജയ ഹോമം തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ട് നടത്തി വരുന്നത്. ഇപ്പോൾ ബ്രഹ്മരക്ഷത്തിന് പൂജ വിശേഷമായിട്ട് നടത്താറുണ്ട്. ഉമാമഹേശ്വര പൂജ വിശേഷമായിട്ട് നടത്താറുണ്ട്. എല്ലാ മാസവും വിശേഷാൽ തന്ത്രി പൂജ ആദ്യം മുതലേ നടത്തി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് നടത്തി പോകുന്നുണ്ട്. നമസ്കാരം, പേര് മണികണ്ഠൻ എന്നാണ്. ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, വെള്ളാഞ്ചേരി ശിവക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കുലുക്കല്ലൂർ പഞ്ചായത്തിലാണ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലെ കുലുക്കല്ലൂർ പഞ്ചായത്തിലെ കുലുക്കല്ലൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ട വഴി പാലക്കാട് നിന്ന് വരുന്നവർക്ക് ചെർപ്പളശ്ശേരി കൊപ്പം റൂട്ടിൽ കുലുക്കല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ മാറി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പട്ടാമ്പി പെരിന്തമണ്ണ റൂട്ടിലെ കൊപ്പം സ്ഥലത്ത് നിന്ന് കൊപ്പം ചെർപ്പളശ്ശേരി റൂട്ടിലെത്തിയിട്ട് അവിടുന്ന് ഏകദേശം കുലുക്കല്ലൂർ സെൻറ്ററിൽ നിന്ന് 300 മീറ്റർ ഉള്ളിലേക്കായിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂർ നിലമ്പൂർ ട്രെയിൻ മാർഗം കുലുക്കല്ലൂർ ഇറങ്ങി ഏകദേശം 1/2 കിലോമീറ്റർ മാറിയിട്ട് ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു.